ഇസ്രായേലിൻ്റെ പുത്രി സാറ എന്നാണ് അവരുടെ പേര്. അവരെ ജൂത വീടുകളുടെ ഐഡൻറ്റിഫിക്കേഷൻ ഭീമ അഥവാ തേവ എന്ന് പറയും. ഒരു ചടങ്ങാണ്. ഒരു ആൺകുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 8ാമത്തെ ദിവസം സ്ത്രീകൾക്ക് പ്രത്യേകം ഒരു പിരിയൻ ഗോവണി വഴി ഈ 10 ജനാലുകൾ സൂചിപ്പിക്കുന്നത് ഒറ്റത്തടിയിൽ തീർത്ത ഒരു ബെഞ്ചാണിത്. അപ്പോൾ ഇത് ഹെഗദ എന്ന് പറഞ്ഞൊരു ബുക്കാണ്. ഏറ്റവും പഴക്കം ചെന്ന് ഹീബ്രു സ്ക്രിപ്റ്റാണ് ഇതിൽ അടിച്ചേക്കുന്നത്. ഇതാണ് തോറ സൂക്ഷിക്കുന്ന പേടകം. നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയിൽ കോവിലകം എന്ന സ്ഥലത്താണ്. എറണാകുളം ജില്ലയിലെ പറവൂരിന് സമീപം ചേന്ദമംഗലത്തിന് സമീപത്തായിട്ടാണ് കോട്ടയിൽ കോവിലകം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ സിനഗോഗ് എന്നറിയപ്പെടുന്ന ചേന്ദമംഗലം സിനഗോഗ് കാണുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതും ഒരുപാട് പ്രത്യേകതകളുള്ളതുമാണ് കോട്ടയിൽ കോവിലകവും ഈ ചേന്ദമംഗലവും. മതസൗഹാർദ്ദത്തിൻ്റെയും സാംസ്കാരിക സഹവർത്തിത്തിൻ്റെയും കേന്ദ്രമെന്ന നിലയിൽ ചേന്ദമംഗലം വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു. വെറും 100 മീറ്റർ ചുറ്റളവിൽ തന്നെ 4 വ്യത്യസ്ത മതങ്ങളുടെ ആരാധനാലയങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവിടെ. ചേന്ദമംഗലം ജുമാ മസ്ജിദ്, ഹോളി ക്രോസ് ചർച്ച്, ശ്രീകൃഷ്ണ ടെമ്പിൾ, പിന്നെ ഈ ചേന്ദമംഗലം സിനഗോഗും. ഇത്തരത്തിൽ 4 വ്യത്യസ്ത മതങ്ങളുടെ ആരാധനാലയങ്ങൾ ഒരുമിച്ച് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശം ഇന്ന് ലോകത്ത് എങ്ങും തന്നെ ഉണ്ടാവില്ല. ഇതെല്ലാം ചേന്ദമംഗലത്തിൻ്റെ മതസൗഹാർദ്ദത്തെ തുറന്നുകാട്ടുന്ന ഒന്നാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പല കാലഘട്ടങ്ങളിലായി ജൂതന്മാർ കേരളത്തിൻ്റെ തീരത്തെത്തുകയും അവർ കൊടുങ്ങല്ലൂരും പരിസര പ്രദേശങ്ങളും സ്ഥിരതാമസമാക്കുകയും ചെയ്തു. അന്നത്തെ രാജാക്കന്മാരിൽ നിന്നും അനുമതി നേടിയെടുത്ത് അവർ വിവിധ കച്ചവടങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. 1420-ൽ കൊടുങ്ങല്ലൂരിൽ നിന്നും പാലയൂരിൽ നിന്നും എത്തിയ ജൂതന്മാർ ഇവർ മലബാർ ജൂതന്മാരെന്നും അല്ലെങ്കിൽ കറുത്ത ജൂതന്മാരുമെന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇവർ ചേന്ദമംഗലത്ത് ഒരു സിനഗോഗ് നിർമ്മിക്കുകയും ചെയ്തു. അന്ന് ക്ഷേത്ര മാതൃകയിൽ നിർമ്മിച്ച ഈ സിനഗോഗ് തീപിടുത്തത്തിൽ കത്തി നശിക്കുകയും പിന്നീട് 1614-ൽ പുനർനിർമ്മിക്കുകയും ചെയ്തു. ഏതാണ്ട് 1960 കാലഘട്ടങ്ങളിൽ കേരളത്തിൽ നിന്നും ജൂതന്മാർ ഇസ്രയേലിലേക്ക് മടങ്ങുകയും ഇതോടുകൂടി സിനഗോഗിലെ ആരാധന നിലയ്ക്കുകയും ചെയ്തു. ഈ പ്രദേശത്ത് 100 കണക്കിന് ജൂതന്മാർ ജീവിച്ചിരുന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 21-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടു തന്നെ ഇവിടെയുള്ള അവസാന ജൂതന്മാരും ഇസ്രയേലിലേക്ക് കുടിയേറുകയും ചെയ്തു. ഇതോടുകൂടി ആർക്കിയോളജി വകുപ്പ് ഈ കെട്ടിടം ഏറ്റെടുക്കുകയും അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്തു. നിരവധി പ്രത്യേകതകളുള്ള ജൂതന്മാരുടെ ഈ സിനഗോഗിനെക്കുറിച്ചും അവരുടെ ചരിത്രം, ജീവിത രീതി, ആചാരം എന്നിവയെക്കുറിച്ചുമെല്ലാം കഴിഞ്ഞ 15 വർഷമായി കേരള പുരാവസ്തു വകുപ്പിൽ വർക്ക് ചെയ്യുന്ന ചരിത്രത്തിൽ അഗാധ ജ്ഞാനമുള്ള PH മുഹമ്മദ് അല്ലെങ്കിൽ മുഹമ്മദ് റാഫി എന്ന് വിളിക്കുന്ന ഇദ്ദേഹം നമ്മൾക്ക് വിവരിച്ചു തരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കുക. നമ്മുടെ ഈ സിനഗോഗ് ഇന്ന് കേരളത്തിലെ ഏറ്റവും ഏൻഷ്യൻ്റായിട്ടുള്ളൊരു സിനഗോഗാണ്. ഒരു 700 വർഷത്തിൻ്റെ പഴക്കമുണ്ട്. AD 1420-ലാണ് ഇത് നിർമ്മിക്കപ്പെട്ടത്. ശേഷം ഒരു ചെറിയൊരു തീപിടുത്തം ഉണ്ടായെന്ന് പറയപ്പെടുന്നു. അതിനെ തുടർന്ന് ഇതിൻ്റെ ഏകദേശം ഒരു 50% ഭാഗങ്ങൾ നശിച്ചു പോയി. 1614-ൽ അത് വീണ്ടും റീബിൽഡ് ചെയ്തു. പിന്നെ 1938-ൽ ഗവൺമെൻറ് ഓഫ് കൊച്ചിയുടെ കീഴിലുള്ള ആർക്കിയോളജി വകുപ്പാണ് ഇത് കൺസർവേഷൻ നടത്തിയത്. 2005 മുതൽ സന്ദർശകർക്കായിട്ട് സംസ്ഥാന പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് മെയിൻ്റനൻസ് ചെയ്ത് റിനോവേറ്റ് ചെയ്ത് തുറന്നു കൊടുത്തു. ഇതിൻ്റെ ചുറ്റുപാടും ധാരാളം ജൂതന്മാർ താമസിച്ചിരുന്നു. ജൂ സ്ട്രീറ്റാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്നത്. ജൂത മാർക്കറ്റൊക്കെ അവിടെ പ്രവർത്തിച്ചിരുന്നു. പക്ഷെ എല്ലാവരും 1960-ൻ്റെ എൻഡിലും 1970-കളുടെ ബിഗിനിങ്ങിലായിട്ട് ഇസ്രായേലിലേക്ക് എല്ലാവരും പോയി. ഇപ്പോൾ നിലവിൽ ഇവിടെ ആരുമില്ല. പിന്നെ അവരുടെ ജൂതന്മാരുടെ ചരിത്രം ഉറങ്ങുന്ന വളരെ പൗരാണികമായ ഒരു സിനഗോഗാണിത്. അപ്പോൾ ഇത് നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് സെൻട്രൽ പോർഷനാണ്. ഇത് മെയിൻ പ്രയർ ഹാളാണിത്. ഇതിൽ ഈ കാണുന്ന ഈ കൺസ്ട്രക്ഷൻ പറയുന്ന പേരാണ് ഭീമ അഥവാ തേവ എന്ന് പറയും. 2 ഭീമ അല്ലെങ്കിൽ 2 തേവയുണ്ട്. ഒന്ന് താഴെ, ഒന്ന് മുകളിൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്നിട്ടാണ് മെയിൻ പ്രീസ്റ്റ് തോറ വായിക്കുക. പ്രീസ്റ്റിന് ഇവിടെ സാധാരണ ജൂതമതത്തിൽ പ്രീസ്റ്റിന് പറയുന്ന പേര് റബ്ബായി എന്നാണ്. റബ്ബായി ഇവിടെ പ്രാദേശികമായി റബ്ബായിനെ അറിയപ്പെട്ടത് മൊയ്ലിയാക്കന്മാർ എന്നുള്ള നിലക്കാണ് അവർ വിളിക്കപ്പെട്ടത്. അവരുടെ അമ്മയ്ക്ക് ഉമ്മ എന്ന് തന്നെ വിളിക്കുക, പിതാവിനെ വാവ എന്നാണ് വിളിക്കുക.
ജ്യേഷ്ഠനെ ഇക്ക അല്ലെങ്കിൽ കാക്ക എന്നാണ് പറയുക. പിന്നെ ഇതിൻ്റെ ജൂത പള്ളിയുടെ സിനഗോഗുകളുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിം പള്ളികളെ പോലെ തന്നെ ഇവിടെ വിഗ്രഹങ്ങളോ ഇമേജസ് ഒന്നുമില്ല. അവർ ഏകദൈവ വിശ്വാസികളാണ്. ഏകദൈവമായ യഹോവയെയാണ് ഇവർ ആരാധിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഇമേജുകളൊന്നും വിഗ്രഹങ്ങളൊന്നും കാണാത്തത്. പിന്നെ ഞാൻ പറഞ്ഞു അവരുടെ പ്രാർത്ഥനാ സ്ഥലം നേതൃത്വം കൊടുക്കുന്ന ഇവിടെ വച്ചാണ്. അത് പ്രാർത്ഥന നടക്കണമെന്നുണ്ടെങ്കിൽ പ്രായപൂർത്തി എത്തിയ 10 പുരുഷന്മാർ ഒരു മിനിമം കോറം എന്നുള്ള നിലയ്ക്ക് വേണം. അതിന് പറയുന്ന പേരാണ് മിനിയാൻ. അപ്പോൾ 13 വയസ്സ് ഒരു ആൺകുഞ്ഞിനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രായപൂർത്തി എത്തിയതായിട്ട് കണക്കാക്കും. 13 വയസ്സ്. അപ്പോൾ 13 വയസ്സെങ്കിൽ അതിന് മുകളിലുള്ള 10 പേരെങ്കിലും ഉണ്ടെങ്കിലാണ് അവരുടെ എല്ലാ ചടങ്ങുകൾക്കും ഇത് ബാധകമാണ്. അവരുടെ വീക്കിലി ഹോളിഡേ എന്ന് പറയുന്നത് സാറ്റർഡേ ആണ്. അതിന് സാബത്ത് ദിനം എന്ന് പറയും, ഷബത്ത് ദിനം. ഫ്രൈഡേ ഈവനിങ്ങിലും സാറ്റർഡേ മോർണിംഗിലുമാണ് ഈ ഷാബത്ത് ദിനവുമായി ബന്ധപ്പെട്ട, അതായത് ഫ്രൈഡേ സൂര്യാസ്തമയത്തിന് ശേഷം 2 പ്രാർത്ഥനയാണ് നടക്കുക. അപ്പോൾ ഷാബത്ത് ദിനത്തിന് ജൂതന്മാർ ജോലിക്ക് പോവുക, അതുപോലെ പാടത്ത് പണിയെടുക്കാൻ പോവുക, മീൻ പിടിക്കാൻ പോവുക, അതുപോലെ കച്ചവടത്തിന് പോവുക, ഇതൊന്നും ചെയ്യില്ല. അവരെല്ലാവരും പ്രാർത്ഥനകളുമായി ശനിയാഴ്ച ദിവസം വീട്ടിലും പള്ളിയിലുമായി കഴിഞ്ഞുകൂടും. അപ്പോൾ അവരുടെ എല്ലാ ചടങ്ങുകൾക്ക് ഈ മിനിയാൻ നിർബന്ധമാണ്. അതായത് ഈ മിനിമം കോറം. അവരുടെ എല്ലാ ചടങ്ങുകൾക്കും പ്രായപൂർത്തിയായ 10 പേരെങ്കിലും 10 പേരെങ്കിലും പുരുഷന്മാർ വേണം. അപ്പോൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്, ഒരു ആൺകുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 8ാമത്തെ ദിവസം പള്ളിയിൽ വെച്ച് ബ്രീത്ത് മീല എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. ബ്രീത്ത് മീല ഹീബ്രു വേർഡാണത്. അത് സർക്കംസിഷൻ ചെയ്യുക എന്ന് പറയും, പരിച്ഛേദന കർമ്മം. ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിൻ്റെ വചനം അനുസരിച്ച് അബ്രഹാം പറയുന്നുണ്ട്, എൻ്റെ സന്താനങ്ങളും സന്തതി പരമ്പരകളും പെട്ട പുരുഷന്മാരെല്ലാവരും പരിച്ഛേദന കർമ്മം നിർവഹിക്കണമെന്ന്. നമ്മുടെ സുന്നത്ത് ചെയ്യാം. അപ്പോൾ അത് 8ാം ദിവസം അവർക്ക് മസ്റ്റാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഏത് വയസ്സിലും ചെയ്യാം, കുട്ടികളായാലും ഒക്കെ ചെയ്യാതെ. അത് 8ാമത്തെ ദിവസം തന്നെ ചെയ്യണം. അത് പള്ളിയിലാണ് ചെയ്യുക. ഈ കുട്ടി ജനിച്ചു വീണ് 8ാം ദിവസം. അപ്പോൾ അത് അതിൻ്റെ മുറിവുണക്കുന്നതിന് വേണ്ടി അന്നത്തെ ഉപയോഗത്തിലുണ്ടായിരുന്ന പച്ചമരുന്നുകൾ ഉപയോഗിക്കും. കുട്ടിക്ക് വേദന അറിയാതിരിക്കാൻ വേണ്ടി ചെറിയ ഓപ്പിയത്തിൻ്റെ കറുപ്പിൻ്റെ ചെറിയൊരു നാക്കിലിറ്റ് അപ്പോൾ കുട്ടി ഉറങ്ങിപ്പോക്കോളും. ഉറങ്ങുമെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഉറക്കമല്ല, വേദന അറിയാത്ത രീതിയിൽ വേദന സംഹാരിയായിട്ട്. അപ്പോൾ ആ ചടങ്ങിൻ്റെ ഒരു ചിത്രമാണത്. അത് ചെയ്യണത് ഈ മൊയിലാർ എന്ന് പറയുന്ന ഈ പുരോഹിതനാണ് ചെയ്യാത്. പിന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് എൻട്രി ആൻഡ് എക്സിറ്റ് ആണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഒരു വസ്തുവുണ്ട്. അപ്പം നമ്മൾ നേരെ ഡയറക്റ്റാണ് കയറി വന്നത്. സ്ത്രീകൾക്ക് പ്രത്യേകം ഒരു പിരിയൻ ഗോവണി വഴി മുകളിലാണ് എത്തുക. ആ പിരിയൻ ഗോവണി വഴി മുകളിലെത്തും. നടുക്ക് കാണുന്ന ഒരു സെൻട്രൽ ഹാളുണ്ട്, ഒരു കറുത്ത ക്രാസി കടന്നേക്കണത്. ആ ഹാളിന് പറയുന്ന പേരാണ് മെഷിസ. അപ്പോൾ ഈ മെഷിസയിലാണ് സ്ത്രീകൾ നിൽക്കുക. സ്ത്രീകൾ നിൽക്കുമ്പോൾ സ്ത്രീകളൊരു സ്കാർഫ് പോലെ തല മറച്ചിരിക്കും. സ്കാർഫ് പോലത്തെ ഒരു തുണി ഉപയോഗിച്ച് തല മറച്ചിരിക്കും. പുരുഷന്മാർ തൊപ്പി ധരിക്കും. ആ തൊപ്പിയാണ് അവിടെ പ്രദർശിപ്പിച്ചേക്കണത്. സ്ത്രീകൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടോ പുരുഷന്മാർക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടോ പ്രവേശനമില്ല. പരമാവധി പോയാൽ മുഖ്യ പുരോഹിതന് ആ സാബത്ത് ദിനത്തിൻ്റെ അല്ലെങ്കിൽ മറ്റ് പ്രത്യേക ദിനങ്ങളിലോ ഈ 2ാം ബേമയിൽ നിന്ന് തോറ പാരായണം മാത്രമേ നടക്കൂ. സ്ത്രീകൾക്ക് താഴെ നടക്കുന്ന റിച്വൽസ് അവിടെ നിന്നിട്ട് വാച്ച് ചെയ്യാൻ പറ്റും. മറ്റേ മെഷിസ എന്ന് പറയുന്ന ഹാളിൽ നിന്നിട്ട് അത്ര പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറത്ത് അങ്ങേയറ്റത്ത് റബ്ബാനിം എന്ന് പറയുന്ന ഒരു 2ാം ബേമ അഥവാ തേവ. 2ാം ഭീമ. ഇവിടെ നിന്നിട്ടും തോറ വായിക്കും. അപ്പോൾ സ്ത്രീകൾ നിൽക്കുന്ന സ്ഥലം ഇതാണ്. സ്ത്രീകളുടെ ഇവിടെ മാത്രമേ സ്ത്രീകൾക്കുള്ളൂ, താഴേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ഇവിടെ നിന്ന് ഈ ഹോളി കൂടെ കാണാൻ പറ്റും. നടക്കുന്ന ആരാധനാ കർമ്മങ്ങളൊക്കെ വാച്ച് ചെയ്യാൻ പറ്റും ഈ ഹോളി കൂടെ അല്ലേ? അതെ. ഈ വാതിലടച്ചേക്കും. ഈ വാതിലടയ്ക്കും. മുഖ്യ പുരോഹിതന് ഇവിടെ വരെ വരാൻ പറ്റും. അവിടെ നിൽക്കാം. അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് നിൽക്കുക. ശരി. ഇതാണ് റബ്ബാനിം എന്ന് പറയുന്ന ഹാള്. ഇവിടെ ജൂത ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും റിലീജിയസ് സ്റ്റഡീസിന് വേണ്ടിയുള്ള ഒരു
ഭാഗമാണിത്. ഓക്കെ. അതായത് അവരുടെ തോറ പഠനം, അവരുടെ ഹീബ്രു പഠനം. തോറ എഴുതിയിരിക്കുന്നത് ഹീബ്രു ഭാഷയല്ല, അതറിയാലോ. അത് വലത്തു നിന്ന് ഇടത്തോട്ട് അറബി പോലെയാണ് എഴുതുക. ഓക്കെ. അപ്പോൾ ആ പഠനങ്ങളൊക്കെ, മതപരമായ പഠനങ്ങൾ, റിലീജിയസ് സ്കൂൾ അക്ഷരങ്ങളൊക്കെ പഠിക്കുക ഇവിടെ വെച്ചാണ്. ഓക്കെ. ഇവിടെ നിന്നാണ് സ്ത്രീകൾ ഈ വഴിക്കാണ് താഴേക്ക് ഇറങ്ങിപ്പോവുക, മുകളിലേക്കും ഇതേ വഴിക്ക് തന്നെയാണ് വരിക. ഓക്കെ. സ്ത്രീകൾക്ക് പ്രവേശിക്കുന്നതിനുള്ള സ്പെഷ്യൽ വഴിയാണ്. അതെ അതെ. അതൊരു സ്പൈറൽ സ്റ്റെയർ കേസാണ് പിരിയൻ ഗോവണി. ഇതുവഴി പുറത്തേക്ക് ഇത് താഴെ ചെന്നിട്ട് പുറത്തേക്ക് അവർക്ക് ആ മതിലുമൊക്കെ പുറത്തേക്കുള്ള ഒരു പ്രവേശന കവാടം ഉണ്ടായിരുന്നു ഒന്ന്. ഇന്നത് അടച്ചടഞ്ഞു. അപ്പോൾ അതിലൂടെയാണ് കയറി ഇറങ്ങാൻ ചെയ്യുക. ഓക്കെ. പിന്നെ നേരെ കാണുന്ന നിർമ്മിതിയില്ലേ, അലമാരി പോലെ, ഞാൻ തുറന്നു തരാം. അതിന് പറയുന്ന പേരാണ് ആർക്ക്. ഓക്കെ. ആർക്കിലാണ് ഈ വിശുദ്ധ വേദഗ്രന്ഥമായ തോറ സൂക്ഷിക്കുക. അതിൻ്റെ അകത്തൊരു സിലിണ്ടറാകൃതിയിലുള്ള ഒരു പേടകമുണ്ട്. പേടകത്തിൻ്റെ അകത്താണ് സൂക്ഷിക്കുക. ഓക്കെ. നിലവിൽ തോറ ഇവിടെ ഇല്ല. അത് ആട്ടിൻതോലിൽ എഴുതിയ തോറ ബുക്കായിരുന്നു. ഇപ്പം നിലവിലത് പ്രദർശിപ്പിച്ചിട്ടുള്ളത് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് മ്യൂസിയത്തിൽ ചെന്നാൽ കാണാൻ പറ്റും. ഓ ഓക്കെ. തോറ അല്ലേ? തോറ ആട്ടിൻതോലിൽ എഴുതിയതാണ്. താഴെ ചെന്ന് തുറന്നു തരാം. ഇതാണ് തോറ സൂക്ഷിക്കുന്ന പേടകം. ഓക്കെ. ഓക്കെ. ഇത് രണ്ടാമത് റെപ്ലിക്കയായിട്ട് ഉണ്ടാക്കിയേക്കണെയാണിത്. ആദ്യത്തേതാണ്. ഒറിജിനൽ വെച്ചിരിക്കുന്നതാണ്. ഓക്കെ. ഓക്കെ. അപ്പം ഇതോടുകൂടിയാണ് തോറ എടുത്തുകൊണ്ട് പോവുക. അതോട് തന്നെ പേടകത്തോടു കൂടി. ആ പേടകം ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഓക്കെ. രണ്ട് സൈഡിലായിട്ട് തോറയുടെ രണ്ട് വശങ്ങൾ ഇങ്ങനെ വിടർത്തി വെക്കും. ഇത് തുറന്നുതരാം. ഓക്കെ. ഓക്കെ. ഇതൊക്കെ തുറന്നിട്ട് ഇതിനകത്താണോ വെക്കുന്നത്? ഈ രണ്ട് സൈഡിലായിട്ട് രണ്ട് ഭാഗങ്ങൾ വെക്കും. ഇവിടുന്ന് ഇങ്ങനെ മടക്കാം. ഇങ്ങനെ പേജ് മാറ്റാം. പിന്നെ ഇവിടെ ഈ ഹാളിൽ 10 ജനാലുകളുണ്ട്. ഈ 10 ജനാലുകൾ സൂചിപ്പിക്കുന്നത് മോസസിന് ലഭിച്ച 10 കൽപ്പനകളാണ്. 10 commandments. 10 ജനാലെന്ന് പറയുമ്പോൾ ഈ രണ്ട് സ്പ്ലിറ്റ് ചെയ്ത് ഉദ്ദേശിക്കുന്നത് അല്ല, ഇത് ഒറ്റ ജനൽ കേട്ടോ. അതൊന്നും അങ്ങനെ ഓരോന്നായിട്ട് മൊത്തം 10 ഉണ്ട് ചുറ്റും, ഈ ഹാളിന് ചുറ്റും. ഇത് ഒറ്റത്തടിയിൽ തീർത്ത ഒരു ബെഞ്ചാണിത്. ഇത് രണ്ട് സൈഡിലും ഉണ്ടാവും, അവിടെ ഉണ്ടാവും. ഇതൊക്കെ ആ കാലത്ത് അന്നത്തെയാണ്, പഴയതാണ്. അതിൻ്റെ വൺ സൈഡ് കുതിരകളുടെ കാല് പോലെയാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഒരു സൈഡ് കുതിരക്കാൽ പോലെ, ഒരു സൈഡ് നോർമൽ കാല്. ഒറ്റത്തടിയാണ്, സിംഗിൾ പീസ്. ഓക്കെ. തൊപ്പിട്ടാ. തൊപ്പി. ഇതൊരു ഹെഗദാന്നും പറഞ്ഞൊരു ബുക്കാണ്. ഒരു പ്രയർ ബുക്ക്. ഒത്തിരി ഈ തോറ കൂടാതെ കുറെ പ്രയർ ബുക്കുകളുണ്ട്. അപ്പോൾ ഇത് ഹെഗദ എന്ന് പറഞ്ഞൊരു ബുക്കാണ്. അപ്പോൾ ഈ ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു പാസ് ഓവർ ഡേ ഉണ്ട്, ഒരു പെസഹ. അപ്പോൾ ഈ ഏപ്രിൽ 24 കഴിഞ്ഞു പോയി. പെസഹ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസിൻ്റെ പെസഹ വ്യാഴമല്ല, ഇവർക്കൊരു പാസ് ഓവർ ഡേ എന്ന് പറയാം. മലയാളത്തിൽ പറയണതാണ് പെസഹ. അപ്പോൾ അതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈജിപ്തിലെ ഏകാധിപതിയായ ഒരു ഫറോവ ചക്രവർത്തി, ആ ചക്രവർത്തിയിൽ നിന്നും ഇസ്രായേൽ സന്തതികളെ ചെങ്കടൽ പിളർത്തി മോസസ് പ്രവാചകൻ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവുകയും യഹോവ ദൈവം എന്ത് ചെയ്തു, ഈ ഫറോവയും സൈന്യത്തെയും ചെങ്കടലിൽ മുക്കി കൊല്ലുകയും ചെയ്തു. അതിൻ്റെ ഒരു ഓർമ്മ പെരുന്നാളാണ് ഈ പാസ് ഓവർ ഡേ. അത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമാണ്. അപ്പോൾ അതിന് വായിക്കുന്ന ഒരു പ്രാർത്ഥനാ ബുക്കാണ് ഹെഗദ. ഇത് ഹീബ്രു ലിപിയാണ്. ഇത് നമ്മുടെ തോറ ചെല്ലുമ്പോൾ ഉപയോഗിക്കുന്ന തൊപ്പി. ഇവിടെ പുരുഷന്മാരെല്ലാം പള്ളി കയറുമ്പോൾ തൊപ്പി വെക്കണം. എല്ലാ പുരുഷന്മാർക്കും. സ്ത്രീകൾ തലമറയ്ക്കണം. ഇതിലാണ് സ്ത്രീകൾ വരിക. ഈ എൻട്രൻസ് അടച്ചല്ലേ? അതിലെ കയറിയിട്ട് ഇതിലെ കയറും.
ഓ ഇതായിരുന്നു അവർക്ക് സ്ത്രീകൾക്ക് കയറാനുള്ള വഴി. അതെ. അത് അടച്ചു. ഓക്കെ. പിന്നെ അത് മറ്റേ അവരുടെ ബെറിയൽ സ്റ്റോൺസ് ആണ്, ടോംബ് അവൈലബിൾ ആയിട്ടുള്ള ഞങ്ങൾ വകുപ്പ് സൂക്ഷിച്ചു വെച്ചേക്കണതാണ്. ഓ ഇവരുടെ തോമ്പിൻ്റെ. അതെ. ഇവരൊക്കെ ഒരു സെമിത്തേരി ഉണ്ട് ഇവിടെ അടുത്ത്. ഇത് ഹീബ്രു തന്നെ എഴുതിയേക്കണോളെല്ലാം. ഹീബ്രു സ്ക്രിപ്റ്റ് ആണത്. അത് അവരുടെ പേര്, അഡ്രസ്സ്, അവരേത് വർഷമാണ് മരണപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. ഓക്കെ. ഇത് പലതും മാഞ്ഞുപോയി. മാഞ്ഞുപോയി. അത് 100-200 വർഷം പഴക്കമുള്ളതാണ്. ഇതിൻ്റെ പുറത്താണ്, ഇതിൻ്റെ പുറത്ത് ഏറ്റവും വളരെ പഴക്കം ചെന്ന, കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഹീബ്രു സ്ക്രിപ്റ്റാണ് ഇതിൽ അടിച്ചേക്കുന്നത്. അത് സാറാബേത്ത് ഇസ്രായേൽ എന്നും പറഞ്ഞിട്ടൊരു സ്ത്രീ കൊടുങ്ങല്ലൂർ വെച്ച് മരണപ്പെട്ടു AD 1269. അപ്പോൾ അന്ന് അവരെ മരണപ്പെട്ടെങ്കിലും അവർ ഈ അവിടുത്തെ ജൂതന്മാർ ചേന്നമംഗലത്തേക്ക് പോന്നപ്പോൾ അവരുടെ ടോംബായിട്ടാണ് പോകുന്നത്. ഓക്കെ. അപ്പോൾ ആ ടോംബ് ഇവിടെ സ്ഥാപിച്ചിരിക്കുക. അത് 1936 ഗവൺമെൻറ് ഓഫ് കൊച്ചി കൺസർവേഷൻ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ പുത്രി സാറ എന്നാണ് അവരുടെ പേര്. സാറ ബെയ്ത്ത് എന്ന് പറഞ്ഞ മകള്. പിന്നെ ഇവിടെ 50 മീറ്റർ ചുറ്റളവിൽ 4 ആരാധനാലയങ്ങൾ ഉണ്ട്. 4 മതസ്ഥരുടെ. ഇപ്പം നമ്മൾ ജെറൂസലേമിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാം, ക്രിസ്ത്യൻ, അതുപോലെ യഹൂദ ആരാധനാലയങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ചേന്നമംഗലത്ത് വന്നിട്ടുണ്ട് ഈ ഹിന്ദു ടെമ്പിൾ കൂടിയുണ്ട്. ഒരു കൃഷ്ണ ടെമ്പിൾ അല്ലേ? കൃഷ്ണ ടെമ്പിൾ. കൃഷ്ണ ടെമ്പിളാണ് ഇവിടെ ആദ്യം ഉണ്ടായത്. കേരളത്തിലെ ആദ്യത്തേതും അവസാനത്തെയും ഒരേതുമായ ക്രിസ്ത്യൻ രാജവംശം ഇവിടെ കോട്ടയിൽ കോവിലകത്താണ്. വില്ലുവാർ വട്ടം റോയൽ ഫാമിലി. വില്ലുവാർ വട്ടം ഒരേ ഒരു ക്രിസ്ത്യൻ രാജവംശമാണ്. അവർ പാലിയത്തച്ഛൻ്റെ കീഴിലായിരുന്നു. പാലിയത്തച്ഛൻ എന്ന് പറയുന്നത്, പാലിയത്തച്ഛന്മാരുള്ളത് കൊച്ചി മഹാരാജാവിൻ്റെ പ്രധാനമന്ത്രിമാരായിരുന്നു. അപ്പോൾ വില്ലാർ വട്ടത്തിൻ്റെ കീഴിലായിരുന്നു ഈ ഭാഗം, കോട്ടയിൽ കോവിൽ. 4 മതങ്ങളുടെയും സംഗമ ഭൂമിയാണിത്. ചേർന്നമംഗലാണ് പിന്നീട് ചേന്നമംഗലായെന്ന് പറയപ്പെടുന്നു. ഇത് സിനഗോഗ്, ഇതിൻ്റെ നേരെ എതിർവശത്ത് മുസ്ലിം പള്ളിയുടെ ഖബർസ്ഥാനോട് ചേർന്നാണ് ജൂത സെമിത്തേരി. അതിപ്പോൾ ഇവിടെ കാട് പിടിച്ചെടുക്കുക, ആരുമില്ലല്ലോ ഇവിടെ. ഇവിടെ ഒരു സിറിയൻ കാത്തലിക് ചർച്ച് ഉണ്ട്. അവിടെ ഒരു കൃഷ്ണ ടെമ്പിൾ ഉണ്ട്. കൃഷ്ണ ടെമ്പിൾ എവിടെയാ? ഇവിടെ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെ ഒക്കെ വർഷിപ്പ് പ്ലേസിന്, ആരാധനാലയങ്ങൾക്ക് പൊതുവെ പറയുന്ന പേര് പള്ളികളെന്നാണ്. ഇവർ 3 കൂട്ടരെയും മാപ്പിളമാരെന്ന് പറയാം. ജൂത മാപ്പിള, നസ്രാണി മാപ്പിള, പിന്നെ മുസ്ലിം മാപ്പിള. അത് കേരളത്തിൽ അബ്രഹാമിക് പാരമ്പര്യമുള്ള, അബ്രഹാമിക് കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് ഫോളോ ചെയ്യുന്ന 3 മതാനുയായികളാണ് ജൂത, ക്രിസ്ത്യൻ, മുസ്ലിങ്ങൾ. അബ്രഹാമാണ് എല്ലാ 3 കൂട്ടരുടെയും പിതാവ്. അബ്രഹാമിൻ്റെ 2 പുത്രന്മാരിൽ നിന്നാണ് ഈ 3 കൂട്ടരും ഉണ്ടാവുന്നത്. പൊതുവെ ഈ 3 മതങ്ങൾ ഈ സെമിറ്റിക് മതങ്ങൾ എന്നാണ് അറിയപ്പെടുക. സെമിറ്റിക്. നോഹയുടെ പുത്രൻ സാമിൽ നിന്നാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ പൊതുവായിട്ട് കേരള ജനങ്ങൾ മാപ്പിളമാരെന്ന് ഒറ്റ സമുദായം, ഒറ്റ കമ്മ്യൂണിറ്റി ആയിട്ട് പരിഗണിച്ചു. ഇവരുടെ ആരാധനാലയങ്ങൾ സിനഗോഗ്, ചർച്ച്, മസ്ജിദ് എന്നൊക്കെ ആണെങ്കിലും പൊതുവെ ക്രിസ്ത്യൻ പള്ളി, മുസ്ലിം പള്ളി, ജൂതപ്പള്ളി എന്നൊക്കെ തന്നെ പറയാം. അപ്പം അത് ആണ് ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ലോകത്ത് എവിടെ ചെന്നാലും ഈ 3 മതങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളും സംഘടനകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും, മതാനുയായികൾ ഉണ്ടെങ്കിൽ തന്നെയും, ഇവർ 3 കൂട്ടരും സഹോദരന്മാരാണ്, ഒരു പിതാവിൻ്റെ മക്കളുമാണ്. ആണ് എൻ്റെ പ്രധാന കാര്യം. ഇവർ ശരിക്കും മലബാറി ജൂതന്മാരെന്ന് അറിയപ്പെടാം. മലബാറിൽ നിന്നാണ് അവരിങ്ങോട്ടേക്ക് വന്നത്. മലബാറിലേക്ക് ഇവർ വന്നത് വ്യാപാര ആവശ്യാർത്ഥം പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ്. അതായത് ജോർദാൻ, ജെറൂസലം, പാലസ്തീൻ, സിറിയ, ലെബനോൺ, യമൻ, ഇറാൻ, ഇറാഖ് ഇവിടങ്ങളിൽ നിന്നാണ് ഇവരിങ്ങോട്ടേക്ക് മലബാറിലേക്ക് വന്നത്. മലബാറിൽ നിന്ന് മലബാറിലെ വാണിജ്യ വ്യവസായമൊക്കെ ഏകദേശം ഒരു പ്രതിസന്ധി നേരിട്ടപ്പോൾ ആ കാലത്ത് ഉയർന്നു നിന്നിരുന്ന മുസിരിസ് തുറമുഖം ഒരു പുതിയ വലിയ ഒരു സംവിധാനമായിട്ട്
മാറിയപ്പോൾ കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് അവർ വന്നു. കൊടുങ്ങല്ലൂരിൽ നിന്നാണ് അവർ ചേന്ദമംഗലം, കൊച്ചി ഭാഗങ്ങളിലേക്കൊക്കെ പോയത്. ഓക്കെ. അപ്പോൾ ഇവർ ശരിക്കും ബേസിക്കലി ജൂതന്മാർ 3 വിഭാഗമാണ്. ഒന്ന് മിസ്റാഹികൾ അഥവാ സെഫാദികൾ എന്ന് പറയും. 2 അഷ്കനാസികൾ, 3 ബേത്ത ഇസ്രായേൽ. മിസ്റാഹി അഥവാ സെഫാദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഷ്യൻ ജൂതന്മാരാണ്. അത് അവർ നമുക്ക് ജോർദാനിലോ അല്ലെങ്കിൽ മറ്റേ ഇവിടെ പാലസ്റ്റീനിലോ ജെറൂസലമിലോ അല്ലെങ്കിൽ യമൻ, ഇറാൻ പോലുള്ള രാജ്യങ്ങളിൽ കാണാം, ഇന്ത്യയിൽ കാണാം. ബ്ലാക്ക് ജ്യൂസ് എന്നാണ് അവരെ ഇസ്രായേലിൽ അറിയപ്പെടുന്നത്, കറുത്ത ജൂതന്മാർ. അഷ്കനാസികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്രായേലിൽ തന്നെയുള്ള യൂറോപ്പിലും അമേരിക്കയിലും ഉള്ള ബ്ലൂ ഐസ്, അതുപോലെ ഗോൾഡൻ ഹെയർ ഒക്കെ ഉള്ള യൂറോപ്യൻ വംശജരായ ജൂതന്മാരാണ്. അവർ മിക്സഡാണ് അവർ. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ജൂതന്മാരാരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരാക്ഷേപിച്ച് വിളിക്കുന്ന ബ്ലാക്ക് ജ്യൂസ് തന്നെയാണ്. മനസ്സിലായ? മിസ്റാഹി അഥവാ സെഫാഡികളാണ്. അഷ്കനാസികളിൽ കലർപ്പുണ്ട്, മനസ്സിലായ? പിന്നെ ഉള്ളത് ബേത്ത ഇസ്രായേലാണ്, അവർ കറുത്ത ആഫ്രിക്കൻ വംശജരാണ്. അപ്പോൾ ഇങ്ങനെ ഈ 3 വിഭാഗങ്ങളാണുള്ളത്. ഇസ്രായേലിലുള്ള 45% പൗരന്മാർ സെഫാദികൾ അഥവാ മിസ്റാഹികളാണ്. അവർ അറബി സംസാരിക്കുന്നവരുണ്ട്, ഹീബ്രു സംസാരിക്കുന്നവരുണ്ട്. ശരിക്കും അറബികളായ ജൂതന്മാരുമാണ് അവർ. ഇവർ നമ്മുടെ ഈ കേരളത്തിൽ വന്ന ശേഷം ഇപ്പോൾ ഇവരുടെ ജീവിത രീതി എങ്ങനെയാണ്? ഇവിടെ ഇവരുടെ വീടുകളും അവരുടെ ജീവിത രീതികളൊക്കെ എങ്ങനെയായിരുന്നു? വ്യത്യാസം ഉണ്ടായിരുന്നല്ലോ? വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവരുടെ വീടുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർക്ക് മുറ്റമല്ല, വീടിൻ്റെ നേരെ തെരുവിലേക്കാണ് ഇവരുടെ കാലെടുത്ത് വെക്കുക. അതാണ് അവരുടെ പ്രത്യേകത. ആ തെരുവിനോട് ചേർന്നൊരു കടമുറി ഉണ്ടാവും, അതിൻ്റെ അകത്തേക്ക് ഒരു ഡൈനിങ് ഹാള്, ഒരു അടുക്കള. അവരെല്ലാവരുടെ താമസമുറി എന്ന് പറഞ്ഞാൽ മുകളിൽ ഒത്തിരി മുറികളുണ്ടാവും അവർക്ക്. പിന്നെ എല്ലാ ജൂതന്മാരുടെയും വീടുകളുടെയും അതുപോലെ അവരുടെ പള്ളികളുടെ ഡോർ സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു നിർമ്മിതി കാണും. മെസൂസ എന്നാണ് അതിൻ്റെ പേര്. കണ്ടായിരുന്നോ? ഇത് മെസൂസ. അവരെ ജൂത വീടുകളുടെ ഐഡന്റിഫിക്കേഷൻ മാർക്കാണത്. അപ്പോൾ അതിൻ്റെ അകത്ത് തോറയിൽ നിന്നുള്ള ദൈവവുമായി റിലേറ്റഡ് ആയിട്ടുള്ള 2 വചനങ്ങൾ അവർ ഒരു കോപ്പർ പ്ലേറ്റിൽ എഴുതി സ്ക്രോൾ ചെയ്ത് അതിൻ്റെ അകത്ത് വെച്ചിരിക്കും. അത് തൊട്ടുമുത്തിയിട്ട് വേണം അകത്തേക്കും കയറാൻ, പുറത്തേക്കും പോകാൻ. സമാധാനത്തിലേക്ക് പ്രവേശിക്കുകയും സമാധാനത്തിലേക്ക് പുറപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ അവരുടെ വീടുകളിൽ എല്ലാ മുറികളും ഉണ്ടാവും. അവരുടെ വീട്ടിലെ ഫസ്റ്റ് എൻട്രൻസ് മുതൽ എല്ലാ റൂമുകളിലും ഉണ്ടാവും, ടോയ്ലറ്റ് ഒഴിച്ച്. അലമാരികളിലുണ്ടാവും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം. അതുപോലെ ഇവിടെ ഇവർക്ക് പിന്നെ അതുപോലെ ഈ കിച്ചണെല്ലാം ഒറ്റ കിച്ചണായിരിക്കുന്നു ആണ്. എല്ലാവർക്കും ഒരു അടുക്കളയാണ്. പാചകം ചെയ്യുന്നതെല്ലാം ഒന്നിച്ചാണെങ്കിലും ഭക്ഷണം കഴിക്കുന്നത് സെപ്പറേറ്റ് മുറികളിൽ പോയിരുന്ന മുറികളിലേക്ക്. അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു ഇസ്രേലി അങ്കിൾ ഉണ്ട്, ചേച്ചി ഉണ്ട്, ഇസ്രേലി അങ്കിൾ. അതെ, എലിയാഹു. ഇതാണ് പുള്ളിയുടെ വീട്. പുള്ളി ഇപ്പം ഇല്ല, 99 വയസ്സായി. അതുകൊണ്ട് പുള്ളി ഇപ്പോൾ വരാനില്ല, കണ്ണിൻ്റെ കാഴ്ച പോയി. അപ്പോൾ വിശ്രമ ജീവിതത്തിലാണ്. 2 കൊല്ലം മുമ്പ് വരെയും കൃത്യമായി 6 മാസം ഇവിടെ, 6 മാസം അവിടെ വന്നുകൊണ്ടിരുന്നതാണ്. ഒക്ടോബറിൽ വന്ന് മാർച്ചിൽ പോകുമായിരുന്നു. ഇപ്പോൾ വരണില്ല. ഇസ്രയേലിലായി. അതെ. നമ്മൾക്ക് ചേന്ദമംഗലം സിനഗോഗിനെ കുറിച്ചും ജൂതന്മാരുടെ ജീവിത രീതിയെക്കുറിച്ചും അവരുടെ ചരിത്രത്തെക്കുറിച്ചുമെല്ലാം ഒരുപാട് വിവരങ്ങൾ തന്ന മുഹമ്മദ് റാഫി എന്ന ഇദ്ദേഹത്തിന് വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.